ഇന്ത്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രതികാരമെന്നോണം നികുതി ചുമത്തുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് മേൽ ചുമത്തിയ ഉയർന്ന താരിഫ് പിൻവലിക്കണമെന്നാണ് ഭീഷണി രൂപേണ ട്രംപ് പറയുന്നത്. അവർ ഞങ്ങളോട് നികുതി ചുമത്തിയാൽ ഞങ്ങൾ അവർക്ക് അതേ തുക നികുതി ചുമത്തുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയത്. ഞങ്ങൾ നികുതി കുറച്ചിട്ടും അവർ നികുതി ചുമത്തുകയാണ്. ഇത് തുടർന്നാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ട്രംപ് വ്യക്തമാക്കി. ചൈനയുമായുള്ള വ്യാപാര കരാറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ചില US ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫ് ചുമത്തുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയെയും ബ്രസീലിനെയും ട്രംപ് പ്രത്യേകം പരാമർശിക്കുകയും തിരിച്ചടിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയുമായിരുന്നു. പരസ്പരം എന്ന വാക്ക് പ്രധാനമാണ്. ഇങ്ങോട്ടെങ്ങനെയാണ് അങ്ങനെയാകും തിരിച്ചും. ഇന്ത്യ നമ്മോട് 100% ഈടാക്കുകയാണെങ്കിൽ തിരിച്ചും അതുപോലെ ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കും ഇതേ പ്രസ്താവന ആവർത്തിച്ചു. നിങ്ങൾ ഞങ്ങളോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ തന്നെ നിങ്ങളോട് പെരുമാറുമെന്ന് പ്രതീക്ഷിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണവും. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇന്ത്യയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഊഷ്മളമായ ബന്ധം സൂക്ഷിച്ച വ്യക്തിയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. എന്നാൽ രണ്ടാം വരവിൽ അത് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം ഇന്ത്യയുമായി ഇപ്പോൾ നല്ല ബന്ധമാണെന്നാണ് ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി കുർട്ട് കാമ്പേൽ പറയുന്നത്. ട്രംപിന് കീഴിലും അത് തുടരുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം ആത്മവിശ്വാസം പറയുന്നു. വ്യവസായത്തിലും സാങ്കേതിക വിദ്യയിലും ധനകാര്യത്തിലും പ്രതിരോധത്തിലും പങ്കാളികളുമായി ഉറച്ച ബന്ധമാണുള്ളത്. ട്രംപ് അത് തുടരുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരസ്പര നികുതി നയങ്ങൾ US-ഉം ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര സംഘർഷം വർദ്ധിപ്പിച്ചേക്കാമെന്ന സൂചനയാണ് അധികാരത്തിലേറും മുൻപ് ട്രംപ് നൽകുന്നത്. ട്രംപിന്റെ ഭരണകൂടം വ്യാപാര ബന്ധങ്ങളിൽ നീതിക്ക് മുൻഗണന നൽകുകയും ഉയർന്ന താരിഫുകൾ ആഗോള വിപണികളെ ബാധിക്കുന്ന പ്രതികാര നടപടികളിലേക്ക് നയിച്ചേക്കാമെന്നതിനാൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപിന്റെ ശ്രമം.